നമസ്കാരം. നമ്മളുടെ പുതിയ നിയമസഭയിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാൾ ശ്രീ രമേഷ് പിഷാരടിയാണ് എന്ന് തോന്നുന്നു. കാരണം രമേഷ് പിഷാരടിയെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. നിരന്തരമായി ഹാസ്യ സാഹിത്യത്തിൻ്റെ മേഖലയിൽ, അഭിനയത്തിൻ്റെ മേഖലയിൽ, മിമിക്രിയുടെ മേഖലയിൽ അദ്ദേഹം ദീർഘകാലമായി ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ സുപരിചിതമായൊരു മുഖമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം വളരെ നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുന്നത്, അദ്ദേഹം ടെലിവിഷൻ താരമായിരുന്നപ്പോഴും, മിമിക്രി താരമായിരുന്നപ്പോഴും, ഇനി സിനിമാ താരമായിരുന്നപ്പോഴും, MLA ആയിരുന്നപ്പോഴുമൊക്കെ അദ്ദേഹത്തിന് എന്നും ഒരേ സ്വഭാവമാണ്, ഒരേ രീതികളാണ്. നമ്മുടെ നാട്ടിൽ മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ 10 ലക്ഷത്തിൻ്റെ ലിഫ്റ്റ് ഇല്ലാതെ ബസ്സേ കയറാൻ പറ്റുകയാണെന്നൊക്കെ പറഞ്ഞ ലോക അല്പന്മാരുള്ള നാടാണ്. ആ നാട്ടിൽ ഏത് പൊസിഷനിലും, അത് മിമിക്രിക്കാരനാണെങ്കിലും സീരിയലുകാരനാണെങ്കിലും സിനിമക്കാരനാണെങ്കിലും MLA ആണെങ്കിലും ഒരേ സ്വഭാവം സൂക്ഷിക്കുക എന്നുള്ളത് ഒരു നല്ല കുടുംബത്തിൽ പിറന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന സംഗതിയുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇത്രയധികം പരിചയമുള്ളതുകൊണ്ടായിരിക്കാം നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ക്ലിപ്പുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ സാധാരണയായിട്ട് വളരെയേറെ എത്തിപ്പെടാറുണ്ട്. കൂടാതെ അദ്ദേഹം എന്നും നിയമസഭയിൽ എത്തുന്നു എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. കാരണം ഇതിനു മുമ്പും സമാനമായ മേഖലയിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ചിട്ടുണ്ട്. പലപ്പോഴും അവരെ നിയമസഭയുടെ ആ ഭാഗത്തേക്ക് പോലും പോകാറില്ല. അവരെ തിരഞ്ഞെടുത്തയച്ച ആളുകളോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധത അവർക്കുള്ളതായി ഒരിക്കൽ പോലും അവർ തോന്നിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹം നിയമസഭയിൽ പ്രസൻറ്റ് ചെയ്തതായിട്ട് വന്നൊരു ക്ലിപ്പാണ് വാസ്തവത്തിൽ ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ള സംഗതി. അപ്പം അതിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത്, ഒരു MLAക്ക് ഒരു ദിവസം 100 നിവേദനങ്ങളെങ്കിലും കിട്ടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. റിട്ടേൺ നിവേദനങ്ങളെക്കുറിച്ചാണ്. ഫോണായിട്ടും ഇമെയിലായിട്ടും വാട്സാപ്പ് മെസ്സേജായിട്ടും ഒക്കെ വേറെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ 100 നിവേദനങ്ങളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പേപ്പറിൽ എഴുതിയ നിവേദനങ്ങൾ ഒരു MLAക്ക് കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെ ആണെങ്കിൽ 100 ദിവസം കൊണ്ട് 10,000 നിവേദനങ്ങളാണ് ഒരു MLAയുടെ കയ്യിലെത്തുക. അപ്പോൾ ഒരു MLA മൊത്തം 5 വർഷം സെർവ് ചെയ്യുമ്പോൾ 2800 ചില്ലുവാൻ ദിവസങ്ങൾ വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുന്ന നിവേദനങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? അപ്പോൾ അതൊക്കെ പ്രോസസ്സ് ചെയ്യുവാനാകെ 1-2 സ്റ്റാഫ് മാത്രമേ ഒരു MLAക്ക് നൽകുന്നുള്ളൂ. അത് പോരാ എന്നാണ് അദ്ദേഹം പറഞ്ഞ ആ വിഷയത്തിൽ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അത് നിയമസഭയിലെ മുഴുവൻ ആളുകളും, പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത്. പക്ഷെ എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് ഇതിൻ്റെ മറുവശമില്ലേ എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ 100 നിവേദനങ്ങളിൽ ഞാൻ വിചാരിക്കുന്നു 99 എണ്ണവും നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ചുള്ള പരാതികളായിരിക്കും. അവർക്ക് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് സാധാരണക്കാർ പ്രതീക്ഷിക്കുന്ന സേവനങ്ങൾ അത് അവർക്ക് ലഭിച്ചില്ല എന്നതിനെ സംബന്ധിച്ചുള്ള പരാതികളായിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന 100-ൽ 99 നിവേദനങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർക്കാരുകളിൽ നിന്ന് നിലവിൽ വന്നതല്ലല്ലോ. ഇവിടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നമുക്ക് സർക്കാരുകളുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സർക്കാരുകൾ വന്നു. കാലാകാലങ്ങളിൽ ഭരണത്തിലിരിക്കുന്നവർ ജനക്ഷേമകരമായ ധാരാളം പ്രവൃത്തികൾ, കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തതൊക്കെ നടപ്പാക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വളരെ ഭീമമായൊരു സംവിധാനം നമുക്കുണ്ട്. ഇപ്പം ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നാണ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ ലെജിസ്ലേറ്റീവ് ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ, ജുഡീഷ്യറി ആണെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇത് മുഴുവൻ നടപ്പാക്കേണ്ടത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഈ ഉദ്യോഗസ്ഥ വൃന്ദം അവർ വെറുതെ അല്ല നടപ്പാക്കുന്നത് സാലറി വാങ്ങിയിട്ടാണ്. ഈ സാലറി എന്ന് പറയുന്നത് പൊതുജനം കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് ഈ സാലറി ഇവർ വാങ്ങിക്കുന്നത്. ഈ സാലറി വാങ്ങിയിട്ട് ഇവർ ചെയ്യുന്ന ജോലിയിൽ ഇവർ വരുത്തുന്ന വീഴ്ച, അല്ലെങ്കിൽ ജനത്തിന് ലഭിക്കേണ്ട സർവീസുകൾ വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ റവന്യൂ ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട സർവീസുകളായിരിക്കും. അത് വില്ലേജ് ഓഫീസ് ആയിക്കൊള്ളട്ടെ, താലൂക്ക് ഓഫീസ് ആയിക്കൊള്ളട്ടെ, കളക്ടറേറ്റ് ആയിക്കൊള്ളട്ടെ, അത്തരം സംവിധാനങ്ങളിൽ പോവേണ്ടി വരുന്നിടത്തുനിന്ന് അവർക്ക് ലഭിക്കാതെ പോയ സൗകര്യത്തെക്കുറിച്ചായിരിക്കും. ഒരുപക്ഷെ പോലീസ് സംവിധാനത്തിൽ നിന്ന് ലഭിക്കാതെ പോയ സേവനത്തെക്കുറിച്ചുള്ള പരാതിയായിരിക്കാം. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, വാട്ടർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഇതിലൊക്കെ 10,000 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്ന സേവനങ്ങൾ ലഭിച്ചില്ല എന്നതിനെ സംബന്ധിച്ചുള്ളൊരു പരാതിയായിരിക്കും മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏത് MLAയുടെ കയ്യിലും ലഭിക്കുന്ന പരാതികളിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ചിന്തിച്ചാൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, രമേഷ് പിഷാരടിയുടെ മക്കൾ ഏത് തരം സ്കൂളിലാണ് പഠിച്ചത്?
നമുക്കിവിടെ സർക്കാർ സ്കൂളുകളുണ്ട്. സർക്കാർ സ്കൂളുകളിലാണോ രമേഷ് പിഷാരടിയുടെ മക്കൾ പഠിച്ചത്? സർക്കാർ സ്കൂളിൽ നമ്മൾ ശമ്പളം വെച്ച് PSCയിൽ നിന്ന് സെലക്ഷൻ കിട്ടി അധ്യാപകരെ വെച്ച് നല്ല നടത്തുന്ന സർക്കാർ സ്കൂളുകളുണ്ട്. ഈ സർക്കാർ സ്കൂളുകളിലാണോ ഞാൻ രമേഷിനെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ഈ സംവിധാനത്തെക്കുറിച്ചാണ്. കാരണം ഇവിടെയുള്ള സംവിധാനമൊക്കെ തല്ലിപ്പൊളിച്ചിട്ട് വിദേശത്ത് മക്കളെ വിട്ട് പഠിപ്പിച്ച യോഗ്യന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. രമേഷ് പിഷാരടി ആയിക്കൊള്ളട്ടെ, കേരളത്തിലെ ഏതൊരു സാധാരണ മനുഷ്യനായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ ശേഷിയുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഒരു സർക്കാർ സ്കൂളിൽ വിടുവോ? സർക്കാർ സ്കൂളിലെ ടീച്ചേഴ്സ് കോമ്പറ്റൻ്റ് അല്ലാത്തത് കൊണ്ടല്ലല്ലോ, അവർ PSC വഴി നിയമിച്ചിട്ടുള്ള വളരെ മിടുക്കരായിട്ടുള്ള അധ്യാപകരാണ്. എങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, CBS സ്കൂളിൽ, പബ്ലിക് സ്കൂളിലാണ് സാധാരണ ഇത് വിടുക. അല്ലെങ്കിൽ വളരെ വാശി പിടിച്ച് ക്വാളിറ്റി നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞ് വാശി പിടിച്ച് മസിൽ പിടിച്ച് നടക്കുന്ന ഏതെങ്കിലും മാനേജ്മെൻറ്റ് സ്കൂളിൽ, ഓഫ് കോഴ്സ് അത് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്നവരാണ്. പക്ഷേ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്വാസി മാനേജ്മെൻറ്റ് സംവിധാനത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യും. അതുകൊണ്ട് അവിടുത്തെ ആളുകൾ കൃത്യമായിട്ട് പണിയെടുക്കുന്നവർ ഉറപ്പാക്കും. അങ്ങനെയുള്ളൊരു സ്കൂളിൽ, അല്ലാത്ത സ്കൂളിൽ നമുക്ക് പിള്ളേരെ അയക്കുമോ? എനിക്ക് തോന്നുന്നില്ല. സാധാരണഗതിയിൽ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ രമേഷിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, മാതാപിതാക്കൾക്ക് അസുഖം വന്നാൽ ഏത് തരത്തിലുള്ള ആശുപത്രിയിലേക്കാണ് നമ്മൾ പോവുക? മറ്റേ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലേക്ക് പോവോ, അല്ലെങ്കിൽ ഒരു താലൂക്ക് ആശുപത്രിയിലേക്ക് പോവോ? സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നത് നിശ്ചയമായിട്ടും നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയാണ് സമീപിക്കുക. സർക്കാർ ഇതിനുവേണ്ടി വലിയ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാർ സംവിധാനത്തിലേക്ക് നിശ്ചയമായും നമ്മൾ പോകുകയില്ല. എന്തുകൊണ്ടാണ് ഈ സർക്കാർ സംവിധാനത്തിലേക്ക് നമ്മൾ പോവാത്തത്? സർക്കാർ സംവിധാനങ്ങൾ ഒന്നും തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് 100% അറിയാം. അപ്പോൾ ഇതിൽ ഞാൻ നല്ല ഉദ്യോഗസ്ഥരില്ലെന്നൊന്നും അല്ല പറയും, നല്ല ഉദ്യോഗസ്ഥരെ ധാരാളം വരുന്നത്. കാരണം പല കാര്യങ്ങൾ, ഇപ്പോൾ റവന്യൂമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നമുക്ക് സർക്കാർ സംവിധാനത്തിൽ മാത്രമേ ലഭിക്കുള്ളൂ. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്താണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ആവശ്യത്തെ പ്രതി 1-2 കൊല്ലം സർക്കാർ സംവിധാനങ്ങളുടെ പിന്നാലെ, അത് ദീർഘിച്ച പ്രോസസ്സുകളാണ്, പല ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഒരു പ്രോസസ്സിന് വേണ്ടി നടന്നിട്ടുണ്ട്. പല നല്ല ഉദ്യോഗസ്ഥർ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ കാര്യം സാധിച്ച് തന്നേ വിടൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്. ഒരു 10-100 കണക്കിന് ഉദ്യോഗസ്ഥരെ സമീപിക്കേണ്ട സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോലും കൈക്കൂലി ചോദിക്കപ്പെട്ടില്ല എന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യമുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നല്ലൊരു ശതമാനം ആളുകൾ വെച്ച് താമസിപ്പിക്കുക എന്നുള്ളൊരു രീതി, ഒരാഴ്ച, 3 ആഴ്ച, 4 ആഴ്ച തീരുമാനങ്ങൾ വെച്ച് താമസിപ്പിക്കുക എന്നുള്ള രീതി എല്ലായിടത്തും ഞാനത് കണ്ടു. ഇനി കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഞാനിവിടെ അടുത്തൊരു രജിസ്റ്റർ ഓഫീസിനടുത്ത് താമസം ഉണ്ടായിരുന്നു. ആ രജിസ്റ്റർ ഓഫീസ് താമസിക്കുന്ന സമയത്ത് നമുക്കറിയാം മിക്കവാറും രജിസ്റ്റർ ഓഫീസുകളൊക്കെ കൈക്കൂലിയുടെ കേന്ദ്രമാണ്. അപ്പോൾ അത് ആവശ്യക്കാരൻ അത് പേപ്പറിനുള്ളിൽ വെച്ചും പേപ്പറിനുള്ളിൽ വെക്കാതെയും എഴുത്തുകാരൻ വഴിയൊക്കെ അവിടെ എത്തിക്കും. അപ്പോൾ ആ രജിസ്റ്റർ ഓഫീസിൽ അന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു രജിസ്റ്റർ ഓഫീസ് ഉണ്ടായിരുന്നു. ആ രജിസ്റ്റർ ഓഫീസിൽ അന്ന് നിലവിലുണ്ടായിരുന്ന രജിസ്ട്രാർ അവരൊരു കാരണവശാലും കൈക്കൂലി വാങ്ങിക്കാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ അവരവിടെ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കീഴുദ്യോഗസ്ഥന്മാർക്ക്, അതിന് താഴോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മഹാബുദ്ധിമുട്ടാണ്. അവർക്കും ഇത് വാങ്ങിക്കാൻ പറ്റിയല്ല. അപ്പോൾ അവർക്കത് വാങ്ങിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടിന് അവർ ആ രജിസ്റ്റർ ഓഫീസിലെ ടോയ്ലറ്റ് അവർ വൃത്തികേടാക്കിയിടും. ആ സ്ത്രീക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാക്കിയിടും. അപ്പോൾ അവർ അവിടെ സർവീസിലുണ്ടായിരുന്ന കുറച്ചു കാലം ഉണ്ടായിരുന്ന ഉദ്യോഗത്തിൽ ഓടിച്ചു. ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവർ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇതാണ് സർക്കാർ സംവിധാനങ്ങളിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് പുതിയ കാര്യമൊന്നുമല്ല, കേരളത്തിൽ എല്ലാവർക്കും രമേഷിനും നല്ല കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. ഒരാൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ കസേര കയറി കഴിഞ്ഞാൽ അയാൾ ജോലി ചെയ്യുന്നുണ്ടോ, കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഒരേ സാധനം പ്രൈവറ്റ് സെക്ടറിൽ ഇതിനെ കഴിഞ്ഞ് എത്രയോ ഭംഗിയായിട്ട് ഓടും. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ കൃത്യമായ ജോലി അലോട്ട് ചെയ്ത് കൊടുക്കും. ആ കൃത്യമായ ജോലി ചെയ്തില്ലെങ്കിൽ അവർക്ക് പണി ഉണ്ടാവില്ല. പിന്നെ ആ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അയാൾക്ക് ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അയാളെ ജോലി ഇന്തെറിപ്പിച്ചിരിക്കും. ഇത്തരം ഒരു സംവിധാനം ഒരിക്കലും ഗവൺമെൻറ് സർവീസ് ഇല്ലാത്തത് കൊണ്ടാണ്, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് തോന്നിയതുപോലെ എനിക്ക് സൗകര്യം ഞാൻ പണിയെടുക്കും, സൗകര്യം പണിയെടുക്കില്ല, വരുന്ന ഒരു പൗരനോട് നീ നാളെ വാ, മറ്റന്നാൾ വാ, ഒരാഴ്ച കഴിഞ്ഞ് വാ, നോക്കാം, കാണാം, ഇങ്ങനെയുള്ള മറുപടികൾ പറഞ്ഞു വിടുന്നത് എന്നുള്ളത് ഉറപ്പാണ്. നേരെ മറിച്ച് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ആയിക്കോട്ടെ, സർക്കാരിൻ്റെ കയ്യിലുള്ള പല സാധനങ്ങളും വിറ്റൊഴിവാക്കുകയാണ്. പ്രൈവറ്റ് മേഖലയിൽ വിറ്റൊഴിവാക്കുന്നു. പ്രൈവറ്റ് മേഖലയിൽ എടുക്കുന്നവർ അത് മനോഹരമായി കൊണ്ടുനടക്കുന്നു. സർക്കാരിന് കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഈ പറയുന്ന ഇതേ പ്രശ്നം തന്നെയാണ്. ഇതിനകത്തുള്ള എംപ്ലോയീസിനെ അക്കൗണ്ടബിൾ ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ രമേഷ് പിഷാരടിയെ പോലെയുള്ള പുതിയ ജനറേഷൻ ആളുകൾ നിയമനിർമ്മാണ സഭയിലെത്തുള്ളൂ. വലിയ അധികാരമാണ് നിയമനിർമ്മാണ സഭയ്ക്ക്, വലിയ അധികാരമാണ്. നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പാക്കാനും അധികാരമുള്ള സഭയാണ്. അപ്പോൾ ഈ നിയമനിർമ്മാണ സഭയിൽ ഇരിക്കുന്ന ഒരു വാസ്തവത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ, എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്റിൻ്റെ കൈകളായിട്ടുള്ള
എക്സിക്യൂട്ടീവ് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. അവനവനെ ഏൽപ്പിക്കുന്ന ജോലി, ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിൽ ആ കുട്ടികളുടെ സർവ്വ വെൽഫെയർ നോക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അത് മുതൽ അങ്ങോട്ട് എല്ലാത്തരം കളക്ടർ ആയിക്കൊള്ളട്ടെ, സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആയിക്കൊള്ളട്ടെ, അതുപോലെ താഴോട്ടുള്ള സർവ്വ ഉദ്യോഗസ്ഥരും അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ഏതെങ്കിലും തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ജോലിക്ക് വീഴ്ച വരുത്തിയാൽ അവൻ്റെ ജോലിയെ തന്നെ അത് ബാധിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റുകയും ചെയ്താൽ ഇത് വളരെ സ്മൂത്തായിട്ട് ഓടും എന്നുള്ളത് ഉറപ്പാണ്. ഓർക്കണം, 10,000 ഇവിടെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ദാഹിച്ച് പുറത്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് ജോലി കിട്ടിയവൻ അവൻ്റെ ജോലി ചെയ്യാതെ അവന് കിട്ടിയ ആ ഒരു സൗകര്യം, ആ ഒരു സീറ്റ്, അത് നാട്ടുകാരെ കൊഞ്ഞനം കുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ മുൻപിലെത്തുന്നവരെ നാളെ വാ മറ്റന്നാൾ വാ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നതെന്ന് ഓർക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു വില്ലേജ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു താലൂക്ക് ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു റവന്യൂ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് സന്തോഷത്തോടെ ആർക്കെങ്കിലും പോകാൻ സാധിക്കും? ആ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു റിസപ്ഷൻ അത് സന്തോഷകരമായിരിക്കും എന്ന ഒരു ധൈര്യത്തിൽ ആ ഓഫീസിലേക്ക് പോകാൻ പറ്റും. നമ്മൾ ചെല്ലുന്ന കാര്യം വളരെ പെട്ടെന്ന് നടന്നു കിട്ടും എന്നൊരു വിശ്വാസത്തോടെ ആരെങ്കിലും ഇത്തരം ഓഫീസുകളെ സമീപിക്കാറുണ്ടോ? ഉള്ളതായിട്ട് എന്നെ അറിവില്ല. രജിസ്റ്റർ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നടക്കും. കാരണം എന്താ? കൊടുക്കാനാണ്, അതുകൊണ്ട് കൊടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യിക്കുന്നത്, അതുകൊണ്ട് നടക്കും. നേരെ മറിച്ച് മറ്റു ഓഫീസുകളിലൊന്നും അത്തരം ഒരു കോൺഫിഡൻസോടെ നമുക്ക് പോകാനാവില്ല. അപ്പം അത്തരം ഒരു കോൺഫിഡൻസോടെ അവിടെ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കാത്ത, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യതയോടെ നിർവഹിക്കാത്ത ഉദ്യോഗസ്ഥർ തുടരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഇവിടെ 10,000 ആളുകൾ പുറത്തു നിൽക്കുന്നവർക്ക് ഇവനെ റീപ്ലേസ് അവിടെ ഇരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ പിഷാരടിക്ക് നിവേദനം വാങ്ങിക്കേണ്ട പ്രശ്നം ഉണ്ടാകില്ല. പിഷാരടിക്ക് നിവേദനം ഒന്നും വരത്തില്ല. അപ്പം അതുകൊണ്ട് നിവേദനത്തിന് പ്രത്യേകം ആളുകളെ നിയമിക്കേണ്ടി വരികയില്ല. അപ്പം നമ്മൾ വാസ്തവത്തിൽ നിവേദനം പ്രോസസ്സ് ചെയ്യാനുള്ള ആളുകളെ അല്ല അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്, നേരെ മറിച്ച് നിവേദനം കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതിനാണ് വാസ്തവത്തിൽ നിയമസഭയിൽ നിയമം നിർമ്മിക്കാൻ വേണ്ടി 140 ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പേഴ്സാണ് നമ്മൾ ഇരുത്തിയിട്ടുള്ളത്. അവർ അധികാരത്തിന് അലകും പിടിയും വെപ്പിക്കട്ടെ. ആ അധികാരം ഉപയോഗിച്ച് അവരുടെ കീഴിലുള്ള എക്സിക്യൂട്ടീവിനെ കൊണ്ട് ജനോപകാരപ്രദമായ രീതിയിൽ പണിയെടുപ്പിക്കാൻ അവർക്ക് സാധിക്കട്ടെ. പിഷാരടിയെ പോലുള്ള മിടുമിടുക്കന്മാർ, ഇന്നവേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന പല ആളുകളും ഈ നിയമസഭയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ധാരാളം ചെറുപ്പക്കാരുണ്ട്. ചെറുപ്പക്കാർക്ക് ഇത്തരം ബോധ്യങ്ങൾ ഉണ്ടാവട്ടെ, നമ്മുടെ നാടിന് ഉണർവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസും എഴുതുക.